മദ്യവിൽപ്പന ഇല്ലാത്ത ദിവസത്തെയാണ് ഡ്രൈ ഡേ എന്ന് വിളിക്കുന്നത്. ഓരോ 3 മാസത്തിലും ഡ്രൈ ഡേകളുടെ പട്ടിക സർക്കാർ പുറത്തുവിടാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു തുള്ളി മദ്യം പോലും എവിടെ നിന്നും ആർക്കും ലഭിക്കില്ല. ഒരു പരിപാടിക്കോ പ്രത്യേക ദിവസത്തിനോ തെരഞ്ഞെടുപ്പിനോ മുന്നോടിയായി കടകളിലും ബാറുകളിലും ക്ലബ്ബുകളിലും മറ്റു സ്ഥലങ്ങളിലും മദ്യം വിൽക്കുന്നത് സർക്കാർ നിരോധിക്കുന്ന ദിവസങ്ങളാണ് ഡ്രൈ ഡേ. ഒരു വർഷത്തിൽ ഏകദേശം 20 മുതൽ 21 ദിവസങ്ങൾ ഡ്രൈ ഡേ ആയി വരാം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനാണ് ഡ്രൈ ഡേ ആരംഭിച്ചത്. മദ്യത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. അതിനെ മാനിക്കാനും ബോധവൽക്കരണം നടത്താനുമാണ് ഡ്രൈ ഡേ ആരംഭിച്ചത്. മദ്യവും മയക്കുമരുന്നും വിൽക്കുന്നതിനെതിരെ മഹാത്മാഗാന്ധി നിരന്തരം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ജനുവരി 26 റിപ്പബ്ലിക് ദിനം, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം എന്നീ ദിവസങ്ങളിലൊക്കെ ഡ്രൈ ഡേയാണ്. മദ്യവിൽപ്പന നിരോധിച്ചിരിക്കുന്ന ചില ഉത്സവങ്ങളുമുണ്ട്. അതായത് തൃശൂർ പൂരത്തിന് കോർപ്പറേഷൻ പരിധിയിൽ 2 ദിവസം ഡ്രൈ ഡേയാണ്. ഇന്ത്യൻ ഭരണഘടനയിലും ഇത് സംബന്ധിച്ച് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ 47-ാം അനുച്ഛേദത്തിലാണത്. 2008 ജനീവയിൽ നടന്ന ലോകാരോഗ്യ അസംബ്ലിയിൽ ഇന്ത്യ ലോക മദ്യവിരുദ്ധ ദിനം എന്ന ആശയം നിർദ്ദേശിച്ചു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മദ്യനിരോധന ദിനമായി ആചരിക്കാൻ ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു. 11 തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു. അതിനുശേഷം ഒക്ടോബർ 2 മദ്യനിരോധന ദിനമായി അറിയപ്പെടുന്നു. മദ്യ ഉപയോഗം നിയന്ത്രിക്കാൻ സംസ്ഥാനം ശ്രമിക്കുന്ന നിരവധി മാർഗങ്ങളിലൊന്നാണ് ഡ്രൈ ഡേകൾ. എന്നിരുന്നാലും മദ്യം കഴിക്കണമെന്നുള്ളവർ ഡ്രൈ ഡേയിലും എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് മദ്യം കുടിക്കാറുണ്ട്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ള റിവേഴ്സ് സൈക്കോളജിയാണ് ഇതിന് പിന്നിലെയും കാരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.